ഹായ് ഹലോ വെൽക്കം ടു യാർക്ക്. ഇന്ന് നമ്മളുള്ളത് എടപ്പള്ളി ബൈപ്പാസിലെ ചക്കരപ്പറമ്പുള്ള സീ ലൈറ്റ്സിലാണ്. ഒരു വീടിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സോ ഈ സീ ലൈറ്റ്സിൻ്റെ ഒരു ബാക്കി ടൂർ ഗൈഡ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളും ഡിസ്ക്രിപ്ഷനും ഗൈഡിങ്ങിന് വേണ്ടിയിട്ട് സീ ലൈറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് മിസ്റ്റർ ഹസൻ ബ്രോനെ ഇതിലോട്ട് സ്വാഗതം ചെയ്യാം. ബ്രോ ഹായ്. സോ സീ ലൈറ്റ്സിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ് വരുന്നത്? എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ചക്കരപ്പറമ്പിലാണ്. എടപ്പള്ളി വൈൽഡ് ബൈപ്പാസിൽ ഹോളിഡേന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 150 മീറ്റർ ഡിസ്റ്റൻസ് സർവീസ് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഷോറൂം കാണാൻ പറ്റുന്നതായിരിക്കും. സോ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഭയങ്കര പെട്ടെന്ന് നോട്ടീസ് ചെയ്യാവുന്നതാണ്. 3 നിലയിലായിട്ട് വരുന്ന ഒരു കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. സോ നമുക്ക് വൈകാതെ തന്നെ തുടങ്ങാം. എവിടുന്ന് തുടങ്ങണം? ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലിറ്റോമാറ്റിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ, നമുക്ക് ഓട്ടോമേഷൻ എന്നുള്ളൊരു ഇത് ഇപ്പം റെഗുലർലി എല്ലാ കസ്റ്റമേഴ്സും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഡാലി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേഷൻ ചെയ്യുന്നത് വീടുകളിൽ. ഓക്കെ, അതൊരു ബഡ്ജറ്റ്ലി ഇതാണ്. കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു റേറ്റും കാര്യങ്ങളും ഹയർ ഇതാവാൻ സാധ്യതയുള്ളതാണ്. അതിനെല്ലാം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ലിറ്റോമാറ്റിക്. സോ നമ്മുടെ തന്നെ മൊത്തം ഒരു ഓട്ടോമേറ്റഡ് ലൈറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലോട്ട് കൊടുത്തിരിക്കുകയാണ് ലിറ്റോമാറ്റിക് എന്ന ബ്രാൻഡ്. ലിറ്റോമാറ്റിക് അതിന്റെ റേഡിയോ ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോമേഷന്റെ ഏറ്റവും ഈസി വെർഷൻ ആയിട്ടാണ് ലിറ്റോമാറ്റിക് ഇതിനെ മാർക്കറ്റിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് ഇൻസ്റ്റാൾ ആൻഡ് ഗോ. വേറെ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ വൺ ബ്രാൻഡ് ആയിട്ടാണ് സീ ലൈറ്റ്സും ലിറ്റോമാറ്റിക്കും ഞങ്ങൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് 12 വാട്ട്സ്. ഇപ്പോൾ ടോട്ടലി ലൈറ്റുകളുടെ എല്ലാം വാട്ടേജ് 12 ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ലൈറ്റിനെ വൈറ്റ് ടെമ്പറേച്ചറിലാണ് ഇട്ടിരിക്കുന്നത്. വൈറ്റിൽ തന്നെ ഞാൻ ഏറ്റവും ഒരു ഹയർ ബ്രൈറ്റ് ആയ 12 വാട്ട്സിൽ ലൈറ്റിന് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിന് എനിക്ക് വേണമെങ്കിൽ ബട്ടണിലേക്ക് മാറി 8 വാട്ട്സിലേക്ക് ആക്കി കുറയ്ക്കാം. അതേപോലെ തന്നെ 6 വാട്ട്സും ആക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ ഒരു 3 വാട്ട്സിലേക്കും കൊണ്ടുവരാം. ഓക്കെ, ഇതിപ്പോൾ വൈറ്റിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വൈറ്റിൽ നിന്ന് എനിക്ക് നേരെ ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് വാമിലേക്ക് കൊണ്ടുവരാം. വാമിൽ തന്നെ എനിക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും സാധിക്കും, അതനുസരിച്ച് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, ഈ 4 സ്വിച്ചുകളിലാണ് ഇതിന്റെ കൺട്രോളർ മെയിൻ ആയിട്ട് വരുന്നത്. അതെ, ഇതാണ് ഇതിന്റെ ഏറ്റവും വാം ടോൺ ഇതാണ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഹയർ ബ്രൈറ്റ് ആണ് ഇത്. ഇതിന് ന്യൂട്രൽ ലൈറ്റ് എഫക്റ്റും കൂടെ വരുന്നുണ്ട്. 4 കളേഴ്സാണ് ലിറ്റോമാറ്റിക് ഇതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ 4 ബ്രൈറ്റ്നസ് സെക്ഷൻസ്. ഓക്കെ, ഇതിൽ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ സ്വിച്ചിൽ തന്നെ ഈ റിമോട്ടിൽ തന്നെ ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ആക്ച്വലി ഒരു സെറ്റ് ഓഫ് ലൈറ്റ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൂമിനുള്ള എല്ലാ ലൈറ്റും അതിലുണ്ട്. ബെഡ് ലൈറ്റ് അടക്കം നമുക്ക് ഫുൾ ഒരൊറ്റ സെറ്റിൽ തന്നെ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റോമാറ്റിക്കിൽ ഔട്ട്ഡോർ ഇൻഡോർ സെക്ഷൻസ് ലൈറ്റുകൾ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ മെയിൻ അഡ്വാൻറ്റേജ് ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും അവർ സീലിംഗ് ലൈറ്റിലേക്ക് മാക്സിമം ഇത് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം നോർമലി ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഔട്ട്ഡോറും ഇൻഡോറും എല്ലാ രീതിയിലും. പക്ഷെ ഇവരുടെ പ്രത്യേകത ഇവർ സീലിംഗ് ലൈറ്റിലാണ് ആ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മെൻഷൻ. അതായത് ഒരു ബ്രാൻഡിന്റെ ടോട്ടൽ ഫോക്കസ് മൊത്തം അവർ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൽ അത്രയും സ്പെഷ്യലൈസ് ആയിട്ട് അങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ലൈറ്റുകൾ. സാധാരണ സർഫസ് ലൈറ്റുകളിൽ ഡിമ്മിംഗ് വെർഷൻ വളരെ കുറവാണ്. പക്ഷെ ലിറ്റോമാറ്റിക് പ്രൊവൈഡ് ചെയ്യുന്ന സർഫസ് ലൈറ്റുകളിലും നമുക്ക് ഈ ഡിമ്മിംഗ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് സാംസങ്ങിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. ഈ സാംസങ്ങിന്റെ അതേ പേര് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു പെട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. സോ വാട്ട്സ് ദിസ് ബോക്സ്? അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് സാംസങ് ഈ അടുത്തായി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ്സ്. അതായത് മുമ്പേ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ്സ് ഉണ്ട്. അതിന്റെ തന്നെ ഏറ്റവും സിമ്പിൾ വെർഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തിൻ മാഗ്നറ്റിക് ട്രാക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്കിതാണ് അതിന്റെ ചാനൽ വരുന്നത്. നമുക്ക് ഡയറക്ട്ലി കോൺക്രീറ്റിലും അതേപോലെ തന്നെ ജിപ്സത്തിലും ഇത് സ്ക്രൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ ജിപ്സത്തിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നതിന് പകരം ഏതൊക്കെ വാളായാലും ജസ്റ്റ് ഇങ്ങനെ ക്ലാമ്പ് ചെയ്തിട്ട് സീലിംഗിലും ഇത് ചെയ്യാൻ പറ്റും, അതേപോലെ വാളിലും നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ സീലിംഗ് ജിപ്സം ആയിട്ടും അത് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കും ആക്ച്വലി ഒരു പ്രോപ്പർ സൊല്യൂഷനാണ് ഈ ഒരു ഐഡിയ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇത് ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇതിലുണ്ടാവുക? നോർമലി റെഗുലർ ചാനലിൻ്റെത് ഈ മോഡൽ തന്നെയാണ് വരുന്നത്. അതിനകത്തേക്ക് വെക്കുന്ന ലൈറ്റുകൾ പല രീതിയിലുള്ള വെറൈറ്റീസ് ഉണ്ട്. നോർമലി നമുക്ക് ഡിഫ്യൂസർ ടൈപ്പിൽ വരുന്ന സ്പോട്ട് ലൈറ്റുകൾ. ഓക്കെ, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ലൈറ്റ് സ്പ്രെഡായി നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് കിട്ടും. അതേപോലെ തന്നെ ലീനിയർ വാൾ വാഷേഴ്സ്, അതേപോലെ തന്നെ ലീനിയർ സ്പോട്ട് ലൈറ്റ്സ്. ഇതിപ്പോ ആക്ച്വലി വരുന്നത് മറ്റേ റൊട്ടേറ്റബിൾ ആയിട്ട് നമുക്ക് വാളിലേക്കും അതേപോലെ തന്നെ സീലിംഗിൽ ഏതെങ്കിലും പിക്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ ആ രീതിയിലേക്കൊക്കെ നമുക്ക് ലൈറ്റ് കംപ്ലീറ്റ്ലി സൊല്യൂഷൻ ആയിട്ട്. ആക്ച്വലി ഒരു നമ്മൾ ത്രൂ ഔട്ട് ഒരു
ചാനൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെ നമുക്ക് അതിനനുസരിച്ച് ഒരു വാൾ ക്ലാഡിംഗ് ആയിട്ട് എന്തെങ്കിലും അതെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഒരു സെറ്റിങ്സ് വേണ്ട, ഇത് മാത്രം മതി. ഇത് മാത്രം മതി നമുക്ക്. അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ വേറൊരു അഡ്വാൻറ്റേജ്, നമുക്കിത് സീലിംഗിൽ നിന്ന് വാളിലേക്ക് ഈ മാഗ്നറ്റ് ട്രാക്കിനെ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. നോർമലി സീലിംഗിൽ നിന്ന് വാളിലേക്ക് നമുക്ക് അതിന്റെ കണക്ടേഴ്സ് വേറെ വരുന്നുണ്ട്. ആ കണക്ടേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സീലിംഗ് ടു വാളായി ഇതിനെ കൺസിഡർ ചെയ്യാനും സാധിക്കും. നോർമലി നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന ട്രാക്ക് ലൈറ്റ്സുകൾ ഇതിന്റെ മറ്റൊരു മോഡൽസ് ആയിട്ടാണ് വരുന്നത്. ഈ ട്രാക്ക് ലൈറ്റുകൾ നമുക്ക് അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് ഇതിന് ഒരു ഡ്രൈവ് വരുന്നുണ്ട്. ആ ഡ്രൈവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വാട്ടേജ് ഉള്ള ലൈറ്റുകൾ അതിനകത്തേക്ക് സപ്പോർട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒരു പ്രോപ്പർ ചാനൽ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്കിപ്പം ലീനിയർ വാൾ വാഷർ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ്സ് ഏതിനാണ് നമുക്കിപ്പോൾ സെലക്റ്റീവ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഇഷ്ടമുള്ള ലൈറ്റുകൾ വേണേലും നമുക്ക് അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ മിനി മാഗ്നറ്റിക് ട്രാക്കിന്റെ പ്രത്യേകത. സോ സാംസങ്ങിൻ്റെ ആ ബോക്സ് അതായിരുന്നു. അത് ആക്ച്വലി ഒരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഗ്രൂവ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ സീലിംഗ് ലൈറ്റ് വെക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവർക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ആക്ച്വലി ഒരു വൈഡ് വെറൈറ്റി ഓഫ് നമുക്ക് നല്ല മിറർ ലൈറ്റുകൾ കാണാം. ലൈക്ക് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് വേറെ തന്നെ പല രീതിയിലുള്ളതും നമുക്ക് ഇവിടെ കാണാം. ആക്ച്വലി വേറെ വേറെ ബ്രാൻഡുകളുടെ ആയിരിക്കും അല്ലേ വരണേ? ആക്ച്വലി ഞങ്ങൾ ഇതിനകത്ത് മിറർ ലൈറ്റ്സ് നോർമൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്. ലൈക്ക് എല്ലാം ആസ്തറ്റിക് സെൻസിലാണ് നമുക്ക് നോക്കാൻ പറ്റുക. നമുക്ക് നോർമലി ഒരു കോഫി ബ്രൗൺ ഫിനിഷ്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കളർ ഇതിലാണ് കോഫി ബ്രൗൺ ആയിട്ട് നമുക്ക് നോർമലി ഈ മിറർ ലൈറ്റിനെ ഇത് ചെയ്യാം. അതിൻ്റെ തന്നെ പല ബ്രാൻഡ് ഇതായിട്ട്, കാരണം നോർമലി മിറർ ലൈറ്റ്സുകൾ സാധാരണ നമുക്ക് മിററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ട്വിസ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഓപ്ഷനായിട്ടാണ് പലരും കാണുന്നത്. ആ ഒരു ആസ്തറ്റിക് സെൻസിലായിരിക്കുമല്ലോ മിറർ ലൈറ്റുകൾ കാണുന്നത്. പിന്നെ അവിടെ വന്നപ്പോൾ ചങ്കി എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ഇത് കണ്ടു. അവരും സ്പോട്ട് ലൈറ്റിൽ സ്പെഷ്യലൈസ്ഡ്. അതെ, തീർച്ചയായും. സോ നമുക്ക് ആക്ച്വലി എന്തൊക്കെ ചങ്കിയുടെ ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്? ചങ്കിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. ലൈക്ക് സ്പോട്ട് ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ ഡിസൈനിലുള്ള ഫംഗ്ഷനാലിറ്റി കൊണ്ടുവരുന്നത്. അതെ, അവർക്ക് A to Z കാറ്റഗറീസ് ശരിക്കും വരുന്നുണ്ട്. ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും എല്ലാത്തിലും എൻറ്റയർ വെറൈറ്റി ഓഫ് ലൈറ്റ്സ് ആണ് ചങ്കി കൊണ്ടുവരുന്നത്. മറ്റുള്ള ഒരു ബ്രാൻഡുകളിൽ നമ്മൾ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്പോട്ട് ലൈറ്റുകളുടെ പ്രത്യേകതയൊക്കെ ചങ്കിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതെന്നാണ്. ചങ്കിനെ കുറിച്ച് ആരത്തില് നിങ്ങൾ തന്നെയാണ് തോന്നുന്നത് പറഞ്ഞത്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പേൾ ബ്ലാക്ക് ഫിനിഷ് വരുന്ന സ്പോട്ട് ലൈറ്റ്സ്, അതിന്റെ ബീം ആംഗിൾ മീൻസ് നോർമലി ലൈറ്റിന്റെ ത്രോ ആണ് ഉദ്ദേശിക്കുന്നത്. താഴേക്കുള്ള ലൈറ്റിന്റെ ത്രോ നമുക്ക് നോർമലി ഓവർ സ്പ്രെഡ് ആവില്ല. അതേപോലെ തന്നെ ഓവർ ലൈറ്റിംഗ് നമുക്ക് കണ്ണിലേക്ക് അങ്ങനെയുള്ള കൺട്രോൾഡ് ലൈറ്റ് ആയിരിക്കും. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മേക്ക് ചെയ്യുന്ന രീതി അത്രയും ഇതായിട്ടാണ് വരുന്നത്. ഇപ്പൊ നോർമലി സ്പോട്ട് ലൈറ്റിൽ തന്നെയാണെങ്കിൽ തന്നെ ഈ ഒരു ലൈറ്റിനെ പരിചയപ്പെടുവാണെങ്കിൽ ഇതൊരു വാൾ വാഷർ സ്പോട്ടായിട്ടും ഒരു മൾട്ടി ഡയറക്ഷണൽ ലൈറ്റ് ആയിട്ടും ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഡ്യുവൽ സ്പോട്ട് ലൈറ്റ് എന്നാണ് നമ്മൾ സാധാരണ ഇതിനെ അവതരിപ്പിക്കുന്നത്. നോർമലി നമുക്കിത് ജിപ്സത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും ലൈറ്റിനെ ആംഗിൾ കൊടുക്കാൻ പറ്റും. നോർമലി സീലിംഗ് ഇപ്പോൾ നമ്മൾ സ്പോട്ട് ലൈറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഓരോ വീഡിയോ എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹാങ്ങിങ് ലൈറ്റ്. അപ്പോൾ ഇത്രയും ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലൈക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ വെറൈറ്റി ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഹാങ്ങിങ് ലൈറ്റ്? ഹാങ്ങിങ് ലൈറ്റിൽ ഞങ്ങൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് മെയിൻലി ഇഗ്ലോ എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന ലൈറ്റ്സും. ഇഗ്ലോ ഓക്കെ, അവർ മെയിൻലി ചെയ്യുന്ന ലൈറ്റുകൾ വാൾ ലൈറ്റും ഹാങ് ലൈറ്റും. ഞാനിപ്പോൾ നേരത്തെ ലിറ്റോമാറ്റിക്കിന്റെ സ്പെഷ്യാലിറ്റി എടുത്ത് പറഞ്ഞു, അവർ ചെയ്യുന്ന ഒരു കാറ്റഗറി മാത്രം. അതേപോലെ തന്നെ ഹാങ്ങിങ്ങിനകത്ത് ഇഗ്ലോ ചെയ്യുന്ന വെറൈറ്റി, കാരണം അവർ ഹാങ്ങിങ്ങിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡൽസ് ആണെങ്കിലും അതേപോലെ തന്നെ വാൾ ലൈറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിനെ ഇഗ്ലോയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ പല രീതിയിൽ കാണുന്നുണ്ട്. ഇത് ആക്ച്വലി സിമെന്റ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി 2 ബ്രാൻഡുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ഇത് വരുന്നത് ഇഗ്ലോ ആണ്. അത് കൂടാതെ തന്നെ ഇത് ഊർജ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന ലൈറ്റ് ആണ് ഊർജ. ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്നത് ഫൈബർ ബനാന പേപ്പർ വെച്ച് ഹാൻഡ് മേക്ക് പ്രോഡക്റ്റ് ആണ്. സോ ഇത് ഇതെല്ലാം ശരിക്കും കസ്റ്റമൈസേഷൻ, അതേപോലെ ഇതെല്ലാം ഹാൻഡ് വർക്കിൽ കൂടെ മേക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതായത് ഈ ഫ്രെയിം മൊത്തം കൈപ്പണിയാണെന്ന് പറയുന്നത്. ബനാന പേപ്പറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അവർക്ക് കോർക്ക്, സെറാമിക്, അതായത് സിമെന്റ്, ഈ രീതിയിലൊക്കെ അവർക്ക് മേക്ക് ചെയ്യാനും സാധിക്കും. കസ്റ്റമർ പറയുന്ന ഈ രീതിയിലും അവർക്ക് ഹാങ്ങിങ് കസ്റ്റം ചെയ്ത് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് നോർമലി ഇപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇതിന്റെ ഒരു സിംഗിൾ സെറ്റ് ആണ്. അതിന്റെ ഒരു മൾട്ടി ക്ലസ്റ്റർ ആയിട്ട് ഞാൻ ഇതിനെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. നോർമലി ഇതേ സാധനത്തിന് വീണ്ടും അവര് അതെ, നമുക്ക് ഡബിൾ ഹൈറ്റ് സീലിംഗ് അതേപോലുള്ള ഓപ്ഷനുകളായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ തന്നെ നമുക്ക് കസ്റ്റമറുടെ റിക്വയർമെന്റ്സിൽ 12, 10, 20 എത്ര വേണം അവരുടെ ഇതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് കമ്പനിക്ക് മേക്കിംഗ്
ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ മേക്ക് ചെയ്ത് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്തു. സോ ഇതിപ്പോ ബനാന ലീഫ് ആയ കാരണം Banana ഇപ്പോ സെപ്പറേറ്റ് ഡിസൈനിലൊക്കെ ആണെങ്കിലും അതെ, നമുക്ക് അവർക്ക് നോർമലി അവർക്ക് ഒരുപാട് റേഞ്ചസ് ഓഫ് വരുന്നുണ്ട്, പല കളേഴ്സിലായിട്ട് വരുന്നുണ്ട്, പിന്നെ അതേപോലെ പല മോഡൽസിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഏത് മോഡൽ അത് ചെയ്യണം എന്നുള്ളത് കസ്റ്റമർ ഓപ്ഷനാണ്, അത് അതനുസരിച്ച് ഊർജ്ജ ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ താഴത്തെ കണ്ടതിന്റെ വേറൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം, ഊർജ തന്നെ. അതെ, ഊർജ്ജയുടെ തന്നെ കണ്ടിന്യൂഷൻ വരുന്ന പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. താഴെ കണ്ട നിങ്ങൾ വേറൊരു റേഞ്ച് ഓഫ് ലൈറ്റ്സ് ഊർജ്ജയുടെ, അതിന്റെ തന്നെ കണ്ടിന്യൂസ്ലി മറ്റൊരു റേഞ്ച് ആണ് ഈ വരുന്നത്. അതിപ്പോ ബനാന ലീഫ് ആയാലും ഒരു ഇത് കോൺക്രീറ്റിന്റെ നമ്മൾ കണ്ട ഒരു മോഡലോ. അതെ, ഇത് കോൺക്രീറ്റ് മേക്ക് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് ബനാന ലീഫ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ ശരിക്കും ഡിസൈനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ലൈറ്റിങ്ങിൽ തന്നെ നമുക്ക് ഏത് രീതിയിൽ അതിനെ നോർമലി മേക്കിംഗ് ഇത് വെച്ച് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഫ്ലോറിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും കമ്പനി മേക്ക് ചെയ്ത് തരും. ഓക്കെ, ഇപ്പോ ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മള് ഹൈബക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെ, ഹൈബക്കിന്റെ എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഔട്ട്ഡോർ ലൈറ്റിംഗ്, ഔട്ട്ഡോർ ലൈറ്റിങ്ങിന്റെ സെക്ഷനാണ് ഹൈബക്കിന്റെ ഈ വരുന്ന കാറ്റഗറി. കാരണം നോർമലി ഹൈബക്ക് നമുക്ക് നോർമലി എല്ലാ ഔട്ട്ഡോർ റേഞ്ചിലും കാണുന്നതിലും കൂടുതലായി എൻ്റയർ വെറൈറ്റീസ് ഓഫ് ഔട്ട്ഡോർ റേഞ്ച് ആണ് ഹൈബക്ക് മെയിൻലി വരുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പം ഈ ഒരു റേഞ്ചൊക്കെ ഔട്ട്ഡോറിൽ തന്നെ ഏറ്റവും പ്രീമിയം ലെവൽ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കാറ്റഗറിയാണ് ഈ ഒരു വുഡ് ഫിനിഷ് വരുന്ന അപ്പ് ആൻഡ് ഡൗൺ വാൾ ലൈറ്റ്സ്. അതേപോലെ പോലാതെ തന്നെ ലൈറ്റ് പുറത്തേക്ക് പ്രോപ്പർ വുഡ് ഫിനിഷ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് പുറത്തേക്ക് സെർവ് ചെയ്യുന്ന ഈ ഒരു വാൾ ലൈറ്റ്സ്, ഇതെല്ലാം ഹൈബക്കിന് മാത്രം വരുന്ന ഒരു പ്രത്യേകതയുള്ള ലൈറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ അവരുടെ അപ്പ് ആൻഡ് ഡൗൺ വെർഷനൊക്കെയും അത് കുറച്ചും വാട്ടേജ് കൂടിയ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഒരു ലെൻസ് ടൈപ്പ് ആണ് വരുന്നത്, കുറച്ചും കൂടെ ലൈറ്റിംഗ് ത്രോ കൂടുതലായിരിക്കും, ഒരു ഇൻഡയറക്ട് ഫീലിൽ. അതായത് ഈ ഗ്ലാസ് ഏകദേശം ലെൻസ് ടൈപ്പ് ആയ കാരണം ഇതിനെ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്ത് പ്രൊജക്ട് ത്രോ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ബൊള്ള ലൈറ്റുകൾ, ചങ്കിക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ഉണ്ട്. കാരണം നിങ്ങൾ എവിടെയും കാണാത്ത രീതിയിലുള്ള കുറച്ച് മേക്കിംഗ് പാറ്റേൺസ് ആണ് അവർ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ, അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ, ഇതെല്ലാം ചങ്കിക്ക് മാത്രം വരുന്ന ഒരു പ്രത്യേകത. മറ്റുള്ള ബ്രാൻഡുകളെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മോഡൽ ചിലപ്പോൾ കാണാൻ പോലും സാധിക്കണമെന്നില്ല. ഭയങ്കര പ്ലേസിംഗ് ആയിട്ടാണ് വരുന്നത്. അതെ, ഒരു പ്രീമിയം ആൻഡ് ഇതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് മെയിൻലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഹൈബക്കിന്റെയും ചങ്കയുടെയും വാൾ ലൈറ്റുകൾ, ഔട്ട്ഡോർ പ്ലസ് ഇൻഡോർ. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് മൊത്തം ചങ്കയുടെ ആയിരിക്കും. ചങ്കിയും ഹൈബക്കും ക്ലബ് ചെയ്ത് വരുന്ന മോഡൽസ് ആണ്. അതുകൂടാതെ ഇവിടെ സാംസങ്ങിന്റെ വാൾ ലൈറ്റ്സുകളുണ്ട്, എക്കണോമിക്കൽ ബഡ്ജറ്റിലും പിന്നെ അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സാംസങ് വാൾ ലൈറ്റുകൾ. ഇങ്ങനത്തെ ലൈറ്റുകൾക്ക് നമ്മൾ എന്തായിരുന്നു പറയാ? ഇതിന് നമ്മൾ ബൊള്ളാർഡ് ലൈറ്റ്സുകളാണ് പറയുന്നത്. ബൊള്ളാർഡ് ലൈറ്റ്സ് ലോൺസിൽ വെക്കുന്ന ഗാർഡൻ ലൈറ്റ് ആയിട്ട് ഇതെല്ലാം യൂസ് ചെയ്യുന്ന ലൈറ്റുകളാണ്. ഇത് ആക്ച്വലി ഭയങ്കര രസമുണ്ട് കേട്ടോ. സംഭവം കാണാനായാലും അതിന്റെ ഒരു പ്ലേസ്മെന്റ് ആയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. ലൈക്ക് അതിന്റെ തന്നെ വലിയൊരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാവുന്നതാണ്. വാൾ ലൈറ്റിൻ്റെതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസങ്ങിന്റെ റേഞ്ചസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ചങ്കിയുടെയും ഹൈബക്കിന്റെ ആയിട്ട് വരുന്ന ഒരുപാട് റേഞ്ചസ്. ഇപ്പൊ ആക്ച്വലി ഈ ഹാങ് ചെയ്ത് നിൽക്കുന്ന ലൈറ്റ്, ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് താഴെ എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡ് മോളിൽ സർപ്രൈസ്, നമുക്ക് സർപ്രൈസ് വെച്ചുള്ള ബ്രാൻഡ് ഇതാണ്. ഇത് ഫുമാഗലി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഫുമാഗലി നോർമലി ഇതിന്റെ മേക്കിംഗ് റെസിൻ പ്ലസ് അക്രിലിക് വെച്ചാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിന് 5 വർഷം ഗ്യാരണ്ടി കൊടുക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു കാസ്റ്റ് അയൺ ലുക്കും കിട്ടും. കാരണം ഇത് നമുക്ക് നോർമലി ഇപ്പോൾ വാട്ടർ പ്രൂഫ് ലൈറ്റ്സ് ആണ് വരുന്നത്, ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്, തുരുമ്പ് പിടിക്കില്ല. അതാണ് മെയിൻലി കമ്പനി 5 വർഷം ഗ്യാരണ്ടി ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ കാരണം തന്നെ. നോർമലി അതേപോലെ അക്രിലിക് ആണ്, അങ്ങനെ പൊട്ടുന്ന ഇതൊന്നും അല്ല, ഗ്ലാസ് അല്ലാത്തതുകൊണ്ട്. ഇതിന്റെ ഹാങ്ങിങ് ലൈറ്റ് അല്ലാതെ തന്നെ വാൾ ലൈറ്റിന്റെ ഒരു ഓപ്ഷൻ. നോർമലി ഒരു വീട്ടിലേക്ക് ഇത് എൻട്രി ചെയ്യുവാണെങ്കിൽ അവരുടെ ഗേറ്റ് തുറക്കുന്ന മുതൽ അകത്തേക്കുള്ള എൻട്രി വരെ ഏറ്റവും സെറ്റ് ഫിലിം അല്ലെങ്കിൽ ഈ ഒരു ഫുമാഗലിയുടെ ലൈറ്റുകൾ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതായത് ഇതിപ്പോ നോർമലി അവരുടെ വാൾ ലൈറ്റ് ആണ് വരുന്നത്, ഇത് അവരുടെ ഔട്ട്ഡോർ ഹാങ്ങിങ് ആണ് വരുന്നത്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ അവരുടെ ഗേറ്റ് ലാംപ്സ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് അവരുടെ ബൊള്ളാർഡ് ലൈറ്റുകൾ വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വാൾ ലൈറ്റും ബൊള്ളാർഡും ഒരേ പാറ്റേണിലൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു മോഡലൊക്കെ വേണം ചങ്കയുടെ എടുക്കാം. നേരത്തെ നമ്മളിവിടെ കണ്ടിരുന്നു വാൾ ലൈറ്റിനകത്ത് വരുന്ന മോഡൽ, അതിന്റെ സെയിം ബൊള്ളാർഡിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ. അതായത് ഭയങ്കര ഒരു ലെങ്ത് അല്ലെങ്കിൽ സൈസ് ഇത് ചങ്കിയുടെ അല്ല വരുന്നത്, ചങ്കിയാണ് വരുന്നത്. ചങ്കിക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് കുറച്ച് കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അത്. സോ അതാണ് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ മെയിൻ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഔട്ട്ഡോറിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ. സോ ഔട്ട്ഡോറിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെ കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീടിന് ആവശ്യമുള്ള എല്ലാ സൊല്യൂഷനും സീ ലൈറ്റ്സിൽ കിട്ടും. സോ എന്താവശ്യം ഉണ്ടെങ്കിലും, അതായത് നിങ്ങളുടെ വീട്ടിന് എന്ത് തരം ലൈറ്റ് ആവശ്യം ഉണ്ടെങ്കിലും, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിലും സൊല്യൂഷൻ ഇവിടെയുണ്ട്, സീ ലൈറ്റ്സ്.